ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ വിനോദ് വീട്ടിലേക്ക് വരും കേട്ടോ. കാരണം എന്തായാലും വിവാഹ നിശ്ചയം മുടങ്ങി, അപ്പൊ സുചിത്രയായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വിനോദ് വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇഷിതയാണ് വാതിൽ തുറക്കണത്. വിനോദേ വാ, അകത്തേക്ക് വന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സ്വപ്നവല്ലിയും രാമനാഥനും മഹേഷും എല്ലാരും കൂടി ഇരിക്കുകയാണ്. മഹേഷ് പറയണ്ട്, അമ്മേ ഇനിയിപ്പോ നമുക്കിങ്ങനെ നീട്ടിക്കൊണ്ട് പോണോ? എന്തായാലും ഇവരുടെ വിവാഹാലോചന മുടങ്ങി. അപ്പൊ മുടങ്ങിയ സ്ഥിതിക്ക് അടുത്ത വിവാഹം പെട്ടെന്ന് നടത്തണേ നല്ലത്. നീ എന്താ മഹേഷ് പറഞ്ഞത്? ഇവന്റെ വിവാഹം പെട്ടെന്ന് നടത്താനാണോ? അതിനെ പെട്ടെന്ന് നടത്താൻ പറ്റുമോ? നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം, വിവാഹം നടത്തണം, അതൊക്കെ കുറച്ച് സമയം എടുക്കില്ലേ? അപ്പോഴേക്കും മഹേഷ് പറയണ്ട, അമ്മ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണത്? അമ്മക്കറിയില്ലേ വിനോദിന്റെയും അതുപോലെ തന്നെ സുചിത്രയുടെയും ബന്ധം? അതുകൊണ്ടിട്ടാണല്ലോ ഇപ്പൊ ഉള്ള വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയത്. അപ്പോ ചേരേണ്ടവർ തന്നെയല്ലേ ചേരേണ്ടത്. വിനോദിന് എന്തായാലും സുചിത്ര ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. സുചിത്രക്കും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരുമാണ് ചേരേണ്ടത്. അവരെ ദൈവമായിട്ട് കൂട്ടി യോജിപ്പിച്ചതാണ്. അതുകൊണ്ടല്ലേ അവര് തന്നെ അവസാനം ഒന്നിച്ചത്. സ്വപ്നം അത് തന്നെയാ എനിക്കും പറയാനുള്ളത് എന്ന് രാമനാഥൻ പറയാണ്. എന്തായാലും വിനോദും സുചിത്ര തമ്മിലുള്ള വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എനിക്കും അമ്മക്കും തീരുമാനം എടുക്കണ്ടേ? എന്റെ അനിയനല്ലേ വിനോദ് എന്ന് മഞ്ജുവ പറയാണ്. സ്വപ്നയില് പറയുന്നുണ്ട്, അതെ അതെ, എനിക്ക് വലിയ അഭിപ്രായമൊന്നുമല്ല ഈ സുചിത്ര അടുത്ത്. എന്തൊക്കെ പറഞ്ഞാലും അവൻ ആ വിനോദിനെ വിവേകിന് ഇഷ്ടപ്പെട്ട് നടന്നവളല്ലേ. അത് മാത്രല്ല നെറ്റിലൊക്കെ എന്തുമാത്രം വൃത്തികെട്ട വീഡിയോസ് അവളെ പരന്നതെന്ന്. അപ്പോഴും മഹേഷ് പറയണ്ട, അമ്മേ അതിനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് എനിക്കും അറിയാം, അമ്മക്കറിയാം, ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും വിവേകും സുചിത്രയും തമ്മിലല്ല, നമ്മുടെ വിനോദും സുചിത്രയും തമ്മിലാണ് ചേരേണ്ടത്. അവരുടെ വിവാഹമാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് വിനോദ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ സ്വപ്നവല്ലി പറയണ്ടേ, മഹേഷ് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വിവാഹം നടത്താൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. ഇവരുടെ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് സ്വപ്നവല്ലി പറയുമ്പോ ഇഷിത പറയണ്ട്, എങ്കിൽ വിനോദിന്റെ അടുത്ത വിവാഹാലോചനയും വിവാഹ നിശ്ചയവും തലേ ദിവസം മുടങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്ന് പറയാണ്. മഹേഷ് പറയണ്ട, അമ്മ ഇങ്ങനെ വാശി പിടിക്കല്ലേ. എടാ, ഒരുത്തിനെ തന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഇനി അടുത്തൊരുത്തിനെ അങ്ങനെ കൊണ്ടുവന്നോ? അത് ശരിയല്ല. ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേര്, അത് ശരിയാവില്ല എന്ന് പറയുമ്പോ മഞ്ജു പറയണ്ട, അതെ അതെ, ഒരാളെ തന്നെ കൊണ്ടുവന്നത് ഇവിടെ സമാധാനവും ഇല്ല. വലതുകാലോട് ചുവട് വച്ചതോടുകൂടി ഈ വീട്ടിലെ സമാധാനമൊക്കെ പോയി. ഇനി അടുത്തതിനെയും കൂടി കൊണ്ടുവന്നോ? വിനോദെ, നിനക്ക് വേറെ നല്ല പെണ്ണിനെ കിട്ടില്ലേ എന്ന് പറയുമ്പോ വിനോദ് പറയണ്ടേ, ചേച്ചി ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു പെണ്ണെ വിവാഹം കഴിക്കണം, ഈ ജന്മന വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് സുചിത്രനെ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ആ വിവാഹം കഴിക്കുന്നില്ല, എന്താ പോരെ എന്ന് പറയാണ്. മഹേഷ് പറയണ്ട, അമ്മേ എന്തിനാ അമ്മേ? അവന്റെ ഇഷ്ടത്തിന് അവൻ ജീവിക്കട്ടെ. അമ്മയല്ലല്ലോ, അവനല്ലേ ജീവിക്കേണ്ടത്. അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. പിന്നെ എനിക്ക് വേറൊരു തീരുമാനം കൂടി പറയാനുണ്ട് എന്ന് മഹേഷ് പറയാണ്. അതെന്താ? അല്ല, വേറെ ആരെന്തൊക്കെ തീരുമാനിച്ചാലും സുചിത്രയുടെ വിനോദിന്റെ വിവാഹത്തിന്റെ കൂടെ ഞാനും വിഷുതയും കട്ടക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും, ഞാനും നിൽക്കും എന്ന് രാമനാഥൻ പറയാണ്. സ്വപ്നവലി മഞ്ജു പറയണ്ട്, എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാണ്. കൈലാസ് പറയണ്ട്, മഞ്ജുമേ അളിയനതാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വിവാഹം കഴിക്കട്ടെ ആ പെണ്ണിന്. സാമ്യാണെന്ന് വിചാരിക്കില്ല, നല്ല രണ്ട് വർത്താനം പറയോട്ടോ എന്ന് മഞ്ജുമ പറയാണ്. എന്തായാലും വിനോദിന്റെ വിവാഹം പെട്ടെന്ന് നടത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് സ്വപ്നവല്ലി. അതേസമയം നമ്മുടെ ലയയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനടുത്ത് പറയണ്ട്, അമ്മേ എനിക്ക് എന്തായാലും ഈ ജന്മം ഒരു കുട്ടിയുടെ അമ്മയാവാൻ സാധിക്കില്ല. അതുകൊണ്ട് അഡോപ്ഷന്റെ കാര്യം തീരുമാനിക്കാന് ഡോക്ടർമാര് പറയണത്. ഞാനും ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അഡോപ്ഷനോ? അതൊന്നും വേണ്ട. വല്ലവരുടെയും കുഞ്ഞിനെ നമ്മൾ വളർത്തേണ്ട ഒരു കാര്യമില്ല. അതെങ്ങനെ ജനിച്ചതാണെന്നോ എവിടെ ജനിച്ചതാണെന്നോ ആർക്ക് ജനിച്ചതാണെന്നോ ആർക്കറിയാം. അതൊന്നും ശരിയാവില്ല. അമ്മ പിന്നെ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞത്? ഈ ജന്മം ഫുള്ളും ഞാൻ ഇങ്ങനെ കരഞ്ഞു തീർക്കണമെന്ന് അമ്മ പറയണത്. അമ്മയുടെ മോനാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ചായ വേണ്ട ആയിഷിതെടുത്ത്. ലയേ, അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. അവൻ അങ്ങനെയൊന്നും ഇല്ല. ആ ബന്ധം അവിടെ തീർന്നതാണ്. ഇല്ല അമ്മേ, അത് അമ്മയുടെ തോന്നൽ മാത്രമാണ്. മാധവിന്റെ മനസ്സിൽ ഇപ്പോഴും ആയിഷിതയുണ്ട്. അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഇല്ല മോളെ, അതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറയുമ്പോ, ഇല്ല അമ്മേ, എന്റെ തോന്നലൊന്നും അല്ല. മാധവിനെ ഇപ്പോഴും ഇഷിതടുത്തൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. ഞാൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും ഇഷിതയും അവരും തമ്മിൽ ഒന്നിക്കാനായിട്ട്. എനിക്ക് സംശയം വരെയുണ്ട്, ഈ ഇഷിതക്ക് ഇപ്പോഴും മാധവിനായിട്ടുള്ള ഇഷ്ടമുണ്ടോ, അവര് ആ പ്രണയം ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുമ്പോ, ലയ നീ ഇങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് മനസ്സിന് പറയാണ്. ലയ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാവണം എന്ന് പറയാണ്. ശരി, നമുക്ക് ആലോചിക്കാം എന്ന് മനസ്സിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആകാശാണെങ്കിൽ ആകെ ദേഷ്യത്തിലാട്ടോ. തന്റെ കമ്പനിയും കൈവിട്ടു പോയി, മഹേഷിനാണെങ്കിൽ എല്ലാം കിട്ടി, അവനെ വെച്ചടി കയറ്റുവാണ്. ആ ഒരു ദേഷ്യം ആകാശ് കുടിച്ചു തീർക്കുവാട്ടോ. അങ്ങനെ ആകാശ് 4 കാലിലാണ് രാത്രി വരുന്നത്. രജനിയാണെങ്കിൽ ആകാശിനെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ആകാശ് കുടിച്ചു വരുവാട്ടോ. രാവിലത്തെ ബാക്കി ആകാശ് വീണ്ടും തുടങ്ങാണ്, എന്റെ നഷ്ടങ്ങൾക്കും എന്റെ പരാജയങ്ങൾക്കും എല്ലാത്തിനും കാരണം നീയാണ്. നീ വന്നതോടുകൂടി തന്നെ എന്റെ ജീവിതം നശിഞ്ഞു പോയി, നാറാണക്കല്ലേ. നീ പോയപ്പോ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു, ആ മഹേഷിന്റെ.
അവനിപ്പോ എന്തൊരു സുഖമാണ്, അവന് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതമാണ്. നല്ലൊരു പെണ്ണിനെ, നല്ലൊരു കുടുംബം ഒക്കെ കിട്ടി. ഇപ്പൊ നിങ്ങളുടെ മോള് പോലും അവിടെയല്ലേ. പിന്നെ ആദി, അവന്റെ സ്വഭാവം എപ്പോ വേണമെങ്കിലും മാറാം, അവനും ചിലപ്പോ ഇഷിതയുടെ കൂടെ പോകും എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് ആദി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേ അങ്കിളെ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കുടിച്ചു നിന്നിട്ട് എന്റെ അമ്മേനെ ദ്രോഹിക്കാൻ നിൽക്കരുത്, എന്റെ അമ്മേനെ കുറ്റം പറയാൻ നിൽക്കരുതെന്ന്. എടാ, നിന്റെ അമ്മക്ക് കുറ്റം മാത്രമേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ പറയാതിരിക്കണത്? എടാ, നിന്റെ അമ്മ ആരാന്ന് നിനക്കറിയാവോ? ഇവളെന്റെ ഭാര്യയൊന്നും അല്ല, വെറുതെ ഇവിടെ കടിച്ചു തൂങ്ങി നിക്കുക. അപ്പോഴേക്കും ആദ്യം പറയണ്ട, അമ്മേ ഞാൻ അമ്മയടുത്ത് പറഞ്ഞതല്ലേ ഇവിടെ നിന്നാ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമെന്ന്, ഇന്നല്ലെങ്കിൽ നാളാ ഈ ആകാശങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു വിടുമെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞതല്ലേ. അപ്പൊ അമ്മ എന്താ പറഞ്ഞ, ആകാശങ്ങൾ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല. ഇപ്പൊ എന്തായി? ആകാശങ്ങളുടെ വായ തന്നെ ഇങ്ങനെ കേട്ടപ്പോ നമുക്ക് സമാധാനമായല്ലോ. അമ്മേ, നമുക്ക് ഇവിടുന്ന് പോവാം അമ്മേ, എവിടെയെങ്കിലും പോകാം. എവിടെ പോന്ന മോനെ നീ പറയണത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഫ്ലാറ്റിലും വാടകയ്ക്കാണെങ്കിലും മാറാം, വാ നമുക്ക് പോകാം എന്ന് പറയണം. അപ്പോഴേക്കും രചന ചോദിക്കണ്ട, ആകാശേ ഇത് ആകാശിന്റെ ഉറച്ച തീരുമാനമാണ്, ഞാനും മോനും ഇവിടുന്ന് പോകാന്ന് പറയുമ്പോ ആകാശ് പറയണ്ട, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പോയാലും നിന്നാലും എനിക്കൊരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല, നിങ്ങളെ കണ്ട എന്ത് ഗുണം കിട്ടാനാ? ഇനി ആ മഹേഷിനെ പിടിച്ചാ കിട്ടില്ല, അവൻ അങ്ങനത്തെ ഒരു കയറ്റത്തിലേക്കാ കേറി പോയിരിക്കണത്. അവനിപ്പൊ ചിരിക്കായിരിക്കും, ആഘോഷിക്കായിരിക്കും എന്ന് പറയാണ്. എടി, നിനക്ക് സമയമുണ്ടെങ്കിൽ നീ ആ ഇഷിതേനെ കണ്ട് പഠിക്ക്, ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണം നീ പോയി പഠിക്കടി എന്ന് പറയാണ്. രചന പറയണ്ട, ആകാശേ ആകാശിനെ സ്നേഹിക്കുന്ന സമയത്തെ നീ ഇതൊന്നും അല്ല പറഞ്ഞത്, നിന്റെ ഭാഗ്യ നക്ഷത്രം ഞാനാണെന്നാണ് നീ പറഞ്ഞത്. പക്ഷെ നീ ഇപ്പൊ പറയണു ഞാൻ നിന്റെ അവലക്ഷണമാണെന്ന്, നിനക്ക് എന്നെ വേണ്ടാന്ന്, ഞാൻ കാരണമാണ് നീ തോറ്റുപോണെന്ന്. അപ്പോഴും നിന്റെ കഴിവുകേട് നീ പറയില്ല അല്ലേ എന്ന് പറയുമ്പോ, എനിക്ക് എന്ത് കഴിവുകേടാണുള്ളത്? എനിക്ക് കഴിവുകേട് വന്നു, നിന്നെ ഞാൻ ഏറ്റെടുത്തതാ എന്റെ ഏറ്റവും വലിയ കഴിവുകേട്. അതുകൊണ്ട് അമ്മയും മോനും ഇവിടുന്ന് പോവാണെങ്കിൽ എനിക്ക് അത്രയും ഉപകാരം. ഓഹോ, അപ്പൊ ഞങ്ങള് പോയി കഴിഞ്ഞിട്ട് നിനക്ക് വേറെ വല്ല പെണ്ണിനെ കൊണ്ടുവരാണ് ഉദ്ദേശം? അതിന് ഒരു പെണ്ണിനെ കൊണ്ടു, രണ്ട് പെണ്ണിനെ കൊണ്ടുവരും, എന്താ ചെയ്യും? നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാവോ? ഞാൻ എന്റെ ജീവിതം രക്ഷപ്പെടട്ടെ ഒന്ന്, ഞാൻ ഒന്ന് ബിസിനസ്സിൽ തഴച്ചു വളർന്നോട്ടെ ഒന്ന് എന്ന് പറയാണ്. രചന പറയണ്ട, ആകാശേ ഇത് കുറച്ച് കൂടുതലാണ്, മുമ്പ് പറയണ പോലെ അല്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്ന് പറയാണ്. ഇറങ്ങി പോണെങ്കിൽ ഇറങ്ങി പോടി എന്ന് പറയുമ്പോ രചന പറയണ്ട, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്കൊരു നഷ്ടമില്ലല്ലോ, എന്നെ താലി പോലും കെട്ടാതെ നിങ്ങൾ ഇവിടെ ഇത്ര നാൾ വെച്ചോണ്ടിരുന്നത് എന്നെ വെപ്പാട്ടിയായിട്ടല്ലേ വെച്ചോണ്ടിരുന്നത്? അതേടി, അങ്ങനെ തന്നെയാ വെച്ചോണ്ടിരുന്നത്. അല്ലെങ്കിൽ നീ മഹേഷിന്റെ കൂടെ കഴിഞ്ഞ നിന്നെ ആർക്ക് വേണോടി? രണ്ട് പിള്ളേരെ പറ്റൂ, നിന്നെ ഇനി ആർക്ക് വേണം? ആർക്കും വേണ്ട, നീ ഒരു അഴുക്ക് ചാലാടി, പോടി നീ ഇവിടുന്ന് എന്തൊക്കെ ആകാശ് പറയാട്ടോ. രചനക്കും അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. ആദ്യം പറയണ്ട്, നോക്ക് ഞാൻ നിങ്ങളെ വെറുതെ വെച്ചേക്കില്ല, നിങ്ങളെ ഞാൻ ഇതിന്റെ പകരം വീട്ടിരിക്കും എന്നൊക്കെ ആകാശിനോട് പറയണ്ട്. നീ എന്ത് ചെയ്യാനാടാ? നിന്റെ അച്ഛനൊക്കെ കണ്ടിട്ട് നീ വളരാൻ നിൽക്കുവാണോ? നിന്റെ അച്ഛനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോണവനാടാ ഈ ആകാശ്. അങ്ങനെയല്ല, നോക്കിക്കോ, നിന്റെ അച്ഛനെക്കാളും ഞാൻ മുകളിലെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യനെയും വെല്ലുവിളിക്കാണ് ആകാശ്. അങ്ങനെ ആകാശിന്റെ അടുത്ത് നിന്ന് രചനയും ആദ്യം പിരിഞ്ഞു പോകാൻ പോകുന്ന ഭാഗങ്ങളാട്ടോ നമ്മൾ ഇനി കാണാൻ പോണത്. നാളത്തെ പ്രൊമോ വലിയ സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല, ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ ഭാഗങ്ങൾ മാത്രം നാളത്തെ പ്രൊമോയിലുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വിനോദിന്റെ വിവാഹം അടുത്ത ആഴ്ചകൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.